അങ്ങനെ ഒരാഴ്ചത്തെ ആശുപത്രിവാസത്തിനും വീണ്ടും ഒരാഴ്ചത്തെ ഹോം ഐസൊലേഷനും പൂർത്തിയാക്കി ഫോളോ അപ്പ് ചെക്കപ്പിനായി ഡോക്ടറിനെ കാണാൻ പോയ ദിവസമായിരുന്നു ഇന്നലെ. ഡോക്ടർ എല്ലാം ഓക്കെയാണ്, ഇനി കുറച്ച് ദിവസം കൂടി മരുന്ന് കണ്ടിന്യൂ ചെയ്ത് റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു ആശ്വാസമായി. ICUയിൽ കിടന്ന ദിവസങ്ങളിൽ വിചാരിച്ചതാണ് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയ ആദ്യം തന്നെ HL അമ്പലത്തിൽ പോയി തൊഴണം എന്നുള്ളത്. അങ്ങനെ ഇന്ന് അതും സാധിച്ചു. ഇവിടെ വീടിനടുത്ത് തന്നെ കുറെ അധികം അമ്പലങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് ഇവിടെ വന്ന് തൊഴുതാൽ ഒരു സമാധാനം കിട്ടുള്ളൂ. ബാംഗ്ലൂർ മലയാളികൾക്ക് എല്ലാം തന്നെ നാട്ടിലെ ഫീലുള്ള ഒരു അമ്പലത്തിൽ പോകാൻ തോന്നുമ്പോൾ ഓടി വരുന്ന ഒരിടമാണ് HL അയ്യപ്പ ടെമ്പിൾ. എന്താണെന്നറിയില്ല, ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു മനസുഖമാണ്. നമ്മൾ ബാംഗ്ലൂരിലല്ല നാട്ടിലാണ് നിൽക്കുന്നതെന്ന് തോന്നിപ്പോകും. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന പ്രത്യേക ഒരു ഫീലാണ്. അസ്തമയ സൂര്യന്റെ ചുവപ്പ് രശ്മികളിൽ തിളങ്ങി നിൽക്കുന്ന കൊടിമരവും ദീപാരാധന സമയത്തെ ശരണം വിളികളും ചുറ്റുവിളക്കിന്റെ ശോഭയിൽ തിളങ്ങി നിൽക്കുന്ന അമ്പലവും നമ്മുടെ മനസ്സ് നിറയ്ക്കും. ഇന്നലെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ പതിവിലധികം തിരക്കുണ്ടായിരുന്നു. ഏതോ ഡാൻസ് സ്കൂളിന്റെ അരങ്ങേറ്റം നടക്കുന്നതിനാൽ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ദൃശ്യവിരുന്നും ആസ്വദിക്കാൻ പറ്റി. അയ്യപ്പസ്വാമിയെ കൂടാതെ ഗണപതി, കൃഷ്ണൻ, ദേവി, സുബ്രഹ്മണ്യൻ, നാഗങ്ങൾ തുടങ്ങിയ ഉപദേവതകളും പുറത്തു തന്നെ ശനീശ്വര നവഗ്രഹ ക്ഷേത്രവും ശിവനും മുനീശ്വരനും ഒക്കെ ഉണ്ട് ഇവിടെ. 1964 കാലഘട്ടങ്ങളിൽ HL ടൗൺഷിപ്പിൽ താമസിച്ചിരുന്ന മലയാളി അയ്യപ്പ ഭക്തർ വീടുകളിൽ ഒത്തുകൂടി ശനിയാഴ്ചകളിൽ അയ്യപ്പ ഭജന നടത്താറുണ്ടായിരുന്നു. പിന്നീട് അവർ രൂപീകരിച്ച അയ്യപ്പ ഭജന സംഘം എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ HL മാനേജ്മെന്റ് അനുവദിച്ചു കൊടുത്ത സ്ഥലത്തെ 1976കളിലാണ് അമ്പലത്തിലായി തറക്കല്ലിടുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 50 വർഷത്തിലധികം പഴക്കമുള്ള ബാംഗ്ലൂരുവിലെ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. മണ്ഡലകാലത്ത് നാട്ടിൽ പോകാൻ കഴിയാത്ത ഭക്തർക്ക് പൂജകൾ ചെയ്യാനും ഒത്തുചേരാനും കെട്ടിനിറയ്ക്കാനും നാടൻ തനിമയോടെ പ്രാർത്ഥിക്കാനുമായിട്ടാണ് പൂർണ്ണമായും കേരളീയ ശൈലിയിൽ ചെമ്പ് മേഞ്ഞ മേൽക്കൂരകളും മരപ്പണികളോടും കൂടിയ ശ്രീകോവിലും കൂടിയ അമ്പലം സ്ഥാപിച്ചത്. മണ്ഡലകാലമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷം. ദിവസവും പ്രത്യേക പൂജകളും പുഷ്പാഭിഷേകവും പടിപൂജകളും ഒക്കെ നടത്തുന്നു. ആ സമയങ്ങളിൽ അയ്യപ്പസ്വാമിയുടെ ജന്മനക്ഷത്രമായ പൈങ്കുനി ഉത്രവും ഇവിടെ വളരെ വിപുലമായി ആഘോഷിച്ചു പോരുന്നു. കേരളത്തിലെ പരമ്പരാഗത അമ്പലങ്ങളുടെ അതേ തച്ചുശാസ്ത്ര ശൈലിയിലുള്ള ചുറ്റമ്പലവും ശ്രീകോവിലും വിഗ്രഹങ്ങളും വാസ്തുവിദ്യകളും കാണിപ്പയ്യൂർ മനയുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയതിനാൽ തന്നെ തികച്ചും കേരളീയ ക്ഷേത്ര അന്തരീക്ഷമാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. HL ജീവനക്കാർക്ക് വേണ്ടി തുടങ്ങിയ ക്ഷേത്രം പിന്നീട് പൊതുജനങ്ങൾക്കായും തുറന്നു കൊടുക്കുകയായിരുന്നു. വിജയദശമി നാളിൽ 100 കണക്കിന് കുട്ടികൾ ഇവിടെ ഹരിശ്രീ കുറിക്കാൻ എത്താറുണ്ട്. ഞങ്ങളുടെ വിഷുക്കണി ദർശനം ബാംഗ്ലൂരിലുള്ള സമയങ്ങളിൽ എപ്പോഴും ഇവിടെയായിരിക്കും. രാവിലെ 6 മണി മുതൽ 10:30 വരെയും വൈകുന്നേരം 5:30 മുതൽ 8:30 വരെയുമാണ് സമയക്രമം. അങ്ങനെ മനസ്സ് നിറഞ്ഞ് പെട്ടെന്ന് തന്നെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിച്ചതിനും നല്ലൊരു ഡോക്ടറിന്റെ അടുത്ത് തന്നെ എത്തിച്ചതിനുമുള്ള നന്ദിയും പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി നിറഞ്ഞ മനസ്സോടെ.